ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കുക്കുംബറാണ്, വെള്ളരി. നമ്മൾ സാലഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ആ വെള്ളരി ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. മാധുരി കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കൊത്തി അരിഞ്ഞാൽ മതി. അതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് വെന്ത് ഉടയണ്ട, കുറച്ചൊന്ന് ക്രിസ്പി ആയിരിക്കുന്ന രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി അതിനായി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവ് നോക്കി അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി. ഇനി ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നോക്കൂ, നമ്മളതിൽ ചേർത്തി കൊടുത്ത വെള്ളം എല്ലാം വെറ്റി ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം കൂടി നമുക്കത് ആഡ് ചെയ്ത് ഒന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിന് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും ഒഴിച്ചു കറിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല ഒരു അത്യാവശ്യം പുളിയുള്ള തൈര് അത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു ഗ്രേവി പോലെയാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ചൂടാറുമ്പോഴേക്കും നമുക്കത് അത്യാവശ്യത്തിന് കട്ടിയായി കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കാൻ വിടണ്ട. അതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് നമുക്കത് വറവിട്ട് കൊടുക്കാം. നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കടുക്, ചുവന്ന മുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട് ഞാൻ. ഇത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.